അസ്സാം വലൈക്കും വറഹമത്തുള്ള. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅല ആലിഹി വസഹബി അജ്മഈൻ അമ്മാബാദ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ കഴിഞ്ഞ 5 വർഷക്കാലമായി കിഴക്കൻ ഏറനാടിൻ്റെ മലയോര പ്രദേശമായ എടക്കരയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു കൂട്ടായ്മയാണ് കനവ് കെയർ സെൻറ്റർ. 2018 ഒരു ഓർഫൻ കുടുംബത്തിന് വീട് നിർമ്മിച്ചുകൊണ്ടാണ് കനവ് കെയർ സെൻറ്റർ തുടക്കം കുറിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലമായി കനവ് ധാരാളം മേഖലകളിൽ പ്രവർത്തിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. പ്രധാനമായും ഓർഫൻ കെയറാണ് കനവിൻ്റെ പ്രവർത്തനം. വീടുകളിൽ ഉമ്മയുടെ കൂടെ പിതാക്കന്മാർ നഷ്ടപ്പെട്ട കുട്ടികളെ താമസിപ്പിക്കുകയും അവർക്കാവശ്യമായ പഠന സഹായങ്ങളും അവരുടെ മറ്റ് ചെലവുകളും ഏറ്റെടുത്തുകൊണ്ട് നിർവഹിച്ചു വരുന്നു. ഇന്ന് 120-ൽ പരം യതീം കുടുംബങ്ങൾക്ക് പല രൂപത്തിലുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലായി ജുബൈൽ ഡ്രോപ്സ് ചാരിറ്റിയുടെ ഭാഗത്ത് നിന്ന് ധാരാളം സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം കൂടെ നിന്ന ഡ്രോപ്സ് ചാരിറ്റിയുടെ മുഴുവൻ അംഗങ്ങൾക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് ഓർഫൻ കെയറിന് മാസാമാസങ്ങളിൽ നൽകി വരുന്ന സ്കോളർഷിപ്പിലേക്ക് ഡ്രോപ്സ് ചാരിറ്റിയുടെ നേതൃത്വത്തിൽ നൽകുന്ന സഹായത്തിന് അള്ളാഹുവിൻ്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും അള്ളാഹുവിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഇന്ന് 100-ലധികം യതീം കുടുംബങ്ങളും 200-ലധികം യതീം കുട്ടികളെയും സംരക്ഷിച്ച് പോകുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, മാസാമാസങ്ങളിൽ അവർക്കാവശ്യമായ സ്കോളർഷിപ്പുകളും അവരുടെ മറ്റ് ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരവും നൽകുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അള്ളാഹുവിൻ്റെ ദീൻ വളരെ കൃത്യമായി അവരെ പഠിപ്പിച്ചു കൊടുക്കുവാനും അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ കൃത്യമായി അവരുടെ കുട്ടികൾക്കും വിധവകൾക്കും പഠിപ്പിച്ചു കൊടുക്കുവാനും നാം ശ്രദ്ധിച്ചു വരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ വളരെ ഭംഗിയായി മുന്നോട്ട് പോകുന്നു. പ്രിയമുള്ളവരെ, ധാരാളം കുടുംബങ്ങളാണ്, യതീം കുടുംബങ്ങളാണ്, പ്രത്യേകിച്ച് പിതാക്കന്മാർ മരണപ്പെട്ടവരും അതേപോലെ തന്നെ വിവാഹമോചിതരായിട്ടുള്ള ധാരാളം സഹോദരിമാരാണ് കനവ് കെയർ സെൻറ്ററിൽ രജിസ്റ്റർ ചെയ്യുവാൻ ഇപ്പോഴും കടന്നു വരാറുള്ളത്. നമ്മുടെ പ്രവർത്തന പദ്ധതി അവർക്ക് സ്പോൺസർമാരെ കണ്ടെത്തുകയും ആ കുടുംബങ്ങളിലേക്ക് നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കുന്നത് പോലെ ചെറിയ രൂപത്തിലുള്ള ഒരു സപ്പോർട്ടെങ്കിലും നൽകിക്കൊണ്ട് അവരെ സഹായിക്കുവാൻ ആവശ്യമായ സ്പോൺസർമാരെ കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ പ്രവർത്തനമാണ്. എല്ലാവരെയും ഈ പ്രവർത്തന രംഗത്തേക്ക് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിലുള്ള റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ സമീപത്ത് നിൽക്കുവാൻ സാധ്യതയുള്ള ഈ ഒരു പ്രവർത്തന മേഖലയിൽ എല്ലാവരും കൂടെ ഉണ്ടാവണമെന്ന് എല്ലാവരെയും ഒരിക്കൽ കൂടി ആഹ്വാനം ചെയ്യുകയാണ്. ഇത്തരം യതീം കുടുംബങ്ങൾക്ക് സ്ഥലമില്ലാത്തവർ, വീടില്ലാത്തവർ, വാടകയ്ക്ക് താമസിക്കുന്നവർ, മറ്റു പ്രയാസങ്ങളിൽ അകപ്പെട്ടു പോയവർ, ഇവർക്ക് വഖഫ് ലഭിച്ചിട്ടുള്ള സ്ഥലത്തിൽ നിന്ന് ആവശ്യമായ സ്ഥലം നൽകി അവർക്ക് വീട് വെച്ച് നൽകുന്നു. ഇതിൻ്റെ ഇത്രയും കാലയളവിൽ നമുക്ക് 20ഓളം കുടുംബങ്ങൾക്ക് 20ഓളം വീടുകൾ വെച്ച് നൽകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. 20-ലധികം ടോയ്ലറ്റുകൾ നിർമ്മിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അതേപോലെ തന്നെ കനവിൻ്റെ ഈ പ്രദേശങ്ങളിൽ മലയോര മേഖലകളിൽ കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. 5ഓളം ബൃഹത്തായ കുടിവെള്ള പദ്ധതികളാണ് ഇതിനകം നടത്തി വരുന്നത്. 100-ലധികം കുടുംബങ്ങൾ ഈ കുടിവെള്ള പദ്ധതികളിൽ നിന്ന് കുടിവെള്ളം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹുവെ, ഇതിൻ്റെ മാർഗത്തിൽ സഹായിച്ച മുഴുവൻ ആളുകൾക്കും നീ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേ. ഈ മേഖലയിലെ വളരെ പ്രയാസപ്പെടുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഫിസിയോതെറാപ്പി ആവശ്യമുള്ള കുടുംബങ്ങൾക്ക് അത്തരം രോഗികൾക്ക് ഫിസിയോതെറാപ്പി ചെയ്യുവാൻ ഇന്ന് കനവ് കെയർ സെൻറ്ററിൻ്റെ നേതൃത്വത്തിൽ കനവ് ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബ് എന്ന സെൻറ്റർ പ്രവർത്തിച്ചു വരുന്നു. അൽഹംദുലില്ലാ, 1 വർഷക്കാലമായി നല്ല നിലയിൽ നമ്മുടെ ഫിസിയോതെറാപ്പി സെൻറ്റർ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇനിയും ധാരാളം പരിമിതികളും പരാധീനതകളും നമ്മുടെ കനവ് കെയർ സെൻറ്ററിൻ്റെ ഫിസിയോതെറാപ്പി സെൻറ്ററിനുണ്ട്. അതെല്ലാം നികത്തിക്കൊണ്ടുപോകുവാനും അതേപോലെ തന്നെ ദൂരസ്ഥലത്ത് നിന്ന് വരുന്ന ഫിസിയോതെറാപ്പി ആവശ്യമായിട്ടുള്ള കുടുംബങ്ങൾക്ക് താമസിച്ച് അവർക്ക് ആവശ്യമായ ഫിസിയോതെറാപ്പി ചെയ്യുന്നതിന് വീടുകളുടെ ആവശ്യമുണ്ട്. വലിയ ഫിസിയോതെറാപ്പി സെൻറ്ററിൻ്റെ നിർമ്മിക്കുവാൻ ആവശ്യമായ കാര്യങ്ങൾ നടന്നു വരുന്നു. അതേപോലെ തന്നെ അവർക്ക് ആവശ്യമായ നമസ്കരിക്കാൻ ആവശ്യമായ മസ്ജിദിൻ്റെ ആവശ്യം മുന്നിലുണ്ട്.
ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഭാവി പ്രവർത്തനങ്ങളാണ്. ഇതെല്ലാം നടത്തി കൊണ്ടുപോകുവാൻ പടച്ച തമ്പുരാൻ നമ്മേവരെയും സഹായിക്കുമാറാവട്ടെ. ഫിസിയോതെറാപ്പി സെൻറ്ററിലേക്ക് ഇനിയും നമുക്ക് ആവശ്യമായ പല ഉപകരണങ്ങളും പല സൗകര്യങ്ങളും വരുത്തുവാനുണ്ട്. അതെല്ലാം നടത്തിക്കൊണ്ടുപോകുവാൻ പടച്ച തമ്പുരാൻ നമ്മെ സഹായിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, അതേപോലെ തന്നെ കനവിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരുന്ന ഒരു വലിയ ബൃഹത്തായ പദ്ധതിയാണ് റമദാൻ മാസത്തിൽ 1500ഓളം വരുന്ന ഈ പ്രദേശത്തെ ഏറ്റവും നിരാലംബരായ കുടുംബങ്ങൾക്ക് റമദാൻ ഇഫ്താർ കിറ്റ് കൊടുത്തു വരുന്നു. ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തുമ്പോൾ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുവാനും ദീൻ കൃത്യമായി അവർക്ക് എത്തിച്ചു കൊടുക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ട്. അതേപോലെ ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ഉളുഹിയത്തിൻ്റെ മാംസം ഇത്തരത്തിൽ പ്രയാസപ്പെടുന്ന കുടുംബങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ നാം ശ്രദ്ധിച്ചു വരുന്നു. പ്രളയം, അതേപോലെ തന്നെ മറ്റ് ആപൽഘട്ടങ്ങളിൽ പ്രയാസഘട്ടങ്ങളിൽ അവർക്ക് ആവശ്യമായ സഹായങ്ങളും കിറ്റുകളും എത്തിച്ചു കൊടുക്കുവാൻ നാം ശ്രമിച്ചു വരുന്നു. അതേപോലെ കനവിൻ്റെ നേതൃത്വത്തിൽ സക്കാത്ത് സെൽ പ്രവർത്തിച്ചു വരുന്നു. അർഹരായ ആളുകളിൽ നിന്ന് സക്കാത്ത് സ്വീകരിക്കുകയും അതിൻ്റെ അവകാശികൾക്ക് അത് എത്തിച്ചു കൊടുക്കുവാനും കനവ് കെയർ സെൻറ്റർ പ്രത്യേകം ശ്രദ്ധിച്ചു വരുന്നുണ്ട്. ഹോസ്പിറ്റൽ സപ്പോർട്ടാണ് മറ്റൊരു പ്രവർത്തനം. വലിയ പ്രതിസന്ധിയും പ്രയാസങ്ങളും കടന്നു വരുമ്പം രോഗം ജീവിതത്തിലേക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന സമയത്ത് ആരും സഹായിക്കുവാനില്ലാത്ത ഇത്തരം ആളുകൾക്ക് ഹോസ്പിറ്റൽ സപ്പോർട്ട് നൽകിക്കൊണ്ട് സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് അവരുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം നൽകുവാൻ കനവ് ശ്രമിച്ചു വരുന്നു. പിതാക്കന്മാർ നഷ്ടപ്പെട്ടു പോയ ഒരുപാട് വിധവകളായ സഹോദരങ്ങൾക്ക് കുട്ടികളുടെ പഠന കാര്യങ്ങളിൽ വളരെ പ്രയാസത്തോടു കൂടി നിൽക്കുമ്പോൾ അവർക്ക് ആവശ്യമായ പഠന സാധന സാമഗ്രികൾ വാങ്ങിച്ചു കൊടുക്കുവാൻ, പഠന സഹായങ്ങൾ ചെയ്യുവാൻ നാം ശ്രമിക്കാറുണ്ട്. ഇവർക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കുവാൻ പെരുന്നാൾ സമയങ്ങളിൽ ആഘോഷവേളകളിൽ നമ്മൾ പുതുവസ്ത്രങ്ങൾ അണിയുമ്പോൾ അവർക്കും പുതുവസ്ത്രങ്ങൾ എത്തിച്ചു കൊടുക്കുവാനുള്ള പരിശ്രമം നാം നടത്തി വരാറുണ്ട്. പ്രിയമുള്ളവരെ, ഗൈഡൻസ്, കൗൺസിലിംഗ്, അതേപോലെ തന്നെ ഖുർആൻ പഠനം, ദീനീ പഠനമടക്കമുള്ള ധാരാളം കാര്യങ്ങൾ നടത്തിക്കൊണ്ടുവരുന്ന ദഅവ മേഖലയിലെ വലിയ ഒരു സംരംഭമായ അള്ളാഹുവിൻ്റെ ദീൻ എത്തിച്ചു കൊടുക്കുവാൻ സാധിക്കുന്ന ഈ പ്രവർത്തനങ്ങളും അതോടൊപ്പം ഈ നാട്ടിലെ അശരണരായ പ്രയാസപ്പെടുന്ന നിരാലംബരായ ധാരാളം ആളുകൾക്ക് സഹായം എത്തിച്ചു കൊടുക്കുവാൻ സാധിക്കുന്ന കനവ് കെയർ സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങളിൽ എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണമെന്നും സഹകരിക്കണമെന്നും കനവ് കെയർ സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങൾ നേരിൽ കാണുന്നതിന് കനവ് കെയർ സെൻറ്ററിലേക്ക് എല്ലാവരും വന്നുകൊണ്ട് നേരിട്ട് കണ്ടുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളെ കൂടെ നിൽക്കണമെന്നും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ അഭ്യർത്ഥിക്കുന്നു. നാഥ, ഈ കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുകയും ഇതിൻ്റെ മാർഗത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും നീ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകുകയും ഇതിൻ്റെ മാർഗത്തിൽ സാമ്പത്തികമായി സഹായിച്ചുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം നീ ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. അള്ളാഹു അർഹമായ പ്രതിഫലം നമുക്കും ഏവർക്കും നൽകുമാറാവട്ടെ. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.